ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി കോയിറ്റാണ്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞു എന്നറിഞ്ഞു. അതിൽ സങ്കടമുണ്ട്. എങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ പ്രിയങ്ക ഗാന്ധിയെ കാണുമ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധിയെ കാണുന്ന പ്രതീതിയാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്നും. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, വയനാട്ടിലെ ജനങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും രാഹുൽ ഗാന്ധിയെ എല്ലാവരും വോട്ട് ചെയ്ത് ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ഈ വയനാട്ടിലെ എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ടുണ്ട്. അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും ജയിപ്പിക്കണം. എല്ലാ മതത്തിനെയും കൂട്ടിപ്പിടിച്ച് ഹൃദയത്തോടുകൂടി ചേർത്തിപ്പിടിച്ച രാഹുൽ ഗാന്ധി നമ്മളുടെ ആ പ്രസ്ഥാനത്തിനെ ഒരിക്കലും ജനങ്ങൾ കൈവിടരുത്. കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾക്കൊരുപാട് ആപത്തുകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ജയിപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു സ്നേഹപ്രകടനമാണ് ഇത്. പ്രിയങ്ക ഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഓരോ തുള്ളി രക്തവും ഇന്ത്യക്ക് വേണ്ടി ചിന്തിയ നമ്മളുടെ ആ പ്രസ്ഥാനത്തിലെ ശ്രീമതി നമ്മുടെ ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധിക്കും വേണ്ടി നമ്മൾ ഗാന്ധിജിയെ അറിയില്ല എന്ന് പറഞ്ഞ പാർട്ടികൾ സിനിമയിലൂടെ മനസ്സിലാക്കുന്ന പാർട്ടികളാണ്. അതുകൊണ്ട് നമ്മളുടെ ഗാന്ധിജി നമ്മൾക്ക് വാങ്ങി തന്ന ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ നമ്മളുടെ ഈ പ്രസ്ഥാനം നിലനിന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് വയനാട്ടിലെ ആൾക്കാർ ചെയ്യും എന്ന് എനിക്കറിയാം. എന്നാൽ ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്, നമ്മളുടെ ഇന്ത്യ ഉരുക്ക് വനിത എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിൻ്റെ പിന്തുടർച്ചക്കാരിയായ പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയായി നമ്മളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ ഞാൻ മരിക്കുമ്പോഴത്തേനും സ്വപ്നം കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.